നമസ്കാരം. കോവിഡിന്റെ പുതിയ വകഭേദം XEC അതിവേഗം പടരുന്നതായി റിപ്പോർട്ട് പുറത്തുവന്നു. ഈ വകഭേദം യൂറോപ്പിലാണ് അതിവേഗം പടരുന്നത്. XEC ജൂണിൽ ജർമ്മനിയിലാണ് ആദ്യം കണ്ടെത്തിയത്. പിന്നീട് UK, ഡെൻമാർക്ക് എന്നിവയ്ക്ക് പുറമെ അമേരിക്കയിലും രോഗവ്യാപനം കണ്ടെത്തിയിരുന്നു. വൈകാതെ പ്രബല വകഭേദമായി ഇത് മാറിയേക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. ഇതിന്റെ ലക്ഷണത്തിനെക്കുറിച്ച് പറഞ്ഞാൽ പനി, തൊണ്ടവേദന, ചുമ, മണമില്ലായ്മ, വിശപ്പില്ലായ്മ, ശരീരവേദന തുടങ്ങിയവയാണ്. അതായത് പഴയ കോവിഡ് വാരിയന്റുകളുടേതിന് സമാനമാണ് XECയുടെ ലക്ഷണങ്ങൾ. ഒമൈക്രോൺ വാരിയന്റിന്റെ ഉപവിഭാഗമായ പുതിയ വകഭേദം യൂറോപ്പിൽ കൂടുതൽ പടരാൻ സാധ്യതയുണ്ട്. ഇതിന് സഹായകമായ ചില പുതിയ മ്യൂട്ടേഷനുകൾ വകഭേദത്തിന് സംഭവിച്ചിട്ടുണ്ടെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതുവരെ പോളണ്ട്, നോർവേ, പോർച്ചുഗൽ, ചൈന എന്നിവയിലുൾപ്പെടെ 27 രാജ്യങ്ങളിൽ നിന്നുള്ള 500 സാമ്പിളുകളിൽ ഈ വകഭേദത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. മറ്റ് സമീപകാല കോവിഡ് വാരിയന്റുകളെ അപേക്ഷിച്ച് XECക്ക് കൂടുതൽ വ്യാപിക്കാനുള്ള ശേഷിയുണ്ട്. ഈ വ്യാപനശേഷി തന്നെയാണ് കൂടുതൽ ആശങ്ക ഉയർത്തുന്നതും. വാക്സിനുകളിലാണ് പ്രതീക്ഷയുള്ളത്. ഇവയ്ക്ക് നല്ല സംരക്ഷണം നൽകാൻ സാധിച്ചാൽ ആശങ്കപ്പെടാനില്ല എന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ തണുപ്പുകാലത്ത് XEC ശക്തമായ സബ് വേരിയന്റായി മാറിയേക്കുമെന്നും ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിലെ ജെനറ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. കോവിഡിനെ ലോകം അതിജീവിച്ച് വരുന്നതേയുള്ളൂ. അപ്പോഴിതാ ഇടുത്തി പോലെ അടുത്തത്. ഒന്നിനു പിറകെ ഒന്നായി ലോകത്തെ വേട്ടയാടുകയാണ്. കോവിഡ് കാലം ലോകം മറക്കാനിടയില്ല. കോവിഡിന്റെ പ്രഭവ കേന്ദ്രമായ വുഹാനിൽ നിന്ന് മടങ്ങിയെത്തിയ 3 ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥികളിൽ 2020 ജനുവരിയിൽ കേരളത്തിലെ 3 നഗരങ്ങളിൽ ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കേരളത്തിൽ മാർച്ച് 23-നും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ മാർച്ച് 25-നും ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. 2020-ലെ ലോക്ക്ഡൌൺ ദശലക്ഷക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികളെ തൊഴിൽ രഹിതരാക്കി. ഫാക്ടറികളും ജോലിസ്ഥലങ്ങളും അടച്ചുപൂട്ടിയതോടെ നിരവധി കുടിയേറ്റ തൊഴിലാളികൾക്ക് ഉപജീവന മാർഗം ഇല്ലാതായി. തുടർന്ന് സ്കൂളുകളും കോളേജുകളും അടച്ചുപൂട്ടാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, CBSE, JEE പരീക്ഷകളും മറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രവേശനങ്ങളും മാറ്റിവെച്ചു. രാജ്യത്തുടനീളമുള്ള സംസ്ഥാനങ്ങൾ സ്കൂൾ പരീക്ഷകൾ മാറ്റിവെക്കുകയും റദ്ദാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സെപ്റ്റംബറിൽ അണുബാധ നിരക്ക് കുറയാൻ തുടങ്ങി. പ്രതിദിന കേസുകൾ സെപ്റ്റംബർ പകുതിയോടെ ഉയർന്നു. പ്രതിദിനം 90,000-ത്തിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2021 ജനുവരിയിൽ 15,000-ൽ താഴെയായി കുറഞ്ഞു. 2021 മാർച്ചിൽ ആരംഭിച്ച രണ്ടാമത്തെ തരംഗം ആദ്യത്തേതിനേക്കാൾ വളരെ വിനാശകരമായിരുന്നു. പ്രത്യേകിച്ച് വാക്സിനുകളുടെയും ആശുപത്രികളുടെയും കുറവ്. കൂടാതെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ഓക്സിജൻ സിലിണ്ടറുകളും മറ്റും കുറവായിരുന്നു. 2021 ഏപ്രിൽ 30-ന് 24 മണിക്കൂറിൽ 4 ലക്ഷം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2021 ജനുവരിയിൽ കോവിഷീൽഡ്, തദ്ദേശീയമായ കോവാക്സിൻ എന്നിവ ഉപയോഗിച്ച് ഇന്ത്യ വാക്സിനേഷൻ പ്രോഗ്രാം ആരംഭിച്ചു. 2022-ൽ ഏകദേശം 1.7 ബില്യൺ ഡോസ് വാക്സിനുകളും 720 ദശലക്ഷത്തിലധികം ആളുകൾക്ക് പൂർണ്ണമായും വാക്സിൻ നൽകി. ഇതിനു പുറമെ നിരവധി രാജ്യങ്ങളിലേക്ക് വാക്സിനുകൾ നൽകുകയും ചെയ്തു. കോവിഡ് കാലത്ത് ആരോഗ്യ മേഖലയിലുള്ളവരുടെ പ്രവർത്തനം നാം എക്കാലവും ഓർമ്മിക്കപ്പെടേണ്ടതാണ്. ഇനി ഒരു കോവിഡ് കാലം കൂടി ലോകത്തിന് താങ്ങാനാവില്ല. അതുകൊണ്ട് തന്നെ കോവിഡ് മടങ്ങി വരാതിരിക്കട്ടെ. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.